എല്ലാവിധ ലൗകിക സുഖങ്ങൾക്കും ആത്മീയ ഉയർച്ചയ്ക്കും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അയ്യപ്പ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാം. മനസ്സമാധാനവും അവിഷ്ടസിദ്ധിയും പാപശാന്തിയുമാണ് ഫലങ്ങൾ. ഒരു മൂർത്തിയുടെ 2 ഭാവങ്ങൾ മാത്രമാണ് ധർമ്മശാസ്താവും അയ്യപ്പനും. ധർമ്മശാസ്ത സങ്കല്പത്തിൽ പ്രഭ അല്ലെങ്കിൽ പൂർണ്ണ, പുഷ്കല എന്നീ ഭാര്യമാരും സാത്വികൻ എന്ന പുത്രനും ശ്രീ അയ്യപ്പനുണ്ട്. അതായത് ഗൃഹസ്ഥാശ്രമി ഭാവമാണ് ധർമ്മശാസ്താവ്. എന്നാൽ ശബരിമല ശാസ്താ സങ്കല്പം ഗൃഹസ്ഥാശ്രമി അല്ല. ശബരിമല ശാസ്താവിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി അയ്യപ്പനും ശാസ്താവും ഒരേ മൂർത്തികളായതിനാൽ ശാസ്താക്ഷേത്രങ്ങളെ അയ്യപ്പക്ഷേത്രങ്ങൾ എന്നും പറയുന്നു. പന്തളം കൊട്ടാരവും ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം അയ്യപ്പനെ കുറിച്ചാണ്. എല്ലാവിധ ലൗകിക സുഖങ്ങൾക്കും ആത്മീയ ഉയർച്ചയ്ക്കും അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അയ്യപ്പ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാം. മനസ്സമാധാനവും അവിഷ്ടസിദ്ധിയും പാപശാന്തിയുമാണ് ഫലങ്ങൾ. ശനിദോഷം കാരണം കഷ്ടപ്പെടുന്നവർക്ക് ദുരിതശാന്തിക്ക് അയ്യപ്പ പ്രാർത്ഥനയും ശരണം വിളിയും ഏറ്റവും ഗുണകരമാണ്. ഏത് ജപത്തിനും പ്രാർത്ഥനയ്ക്കും പൂർണ്ണഫലം ലഭിക്കാൻ വ്രതനിഷ്ഠയോടെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. അയ്യപ്പ മൂലമന്ത്രം, ശാസ്ത്രഗായത്രി എന്നിവ ജപിക്കുന്നവർ വ്രതനിഷ്ഠ പാലിക്കുക തന്നെ വേണം. ശരണം വിളിക്കുന്നതിനും കീർത്തനങ്ങൾ ആലപിക്കുന്നതിനും വ്രതനിഷ്ഠ നിർബന്ധമില്ല. എന്നാൽ മണ്ഡല മകരവിളക്ക് കാലത്തും മറ്റും ശബരിമല ദർശനത്തിനു പോകുന്നവർ വ്രതനിഷ്ഠ പാലിക്കണം. ഇക്കാലത്തെ അയ്യപ്പ പ്രാർത്ഥനകൾ അതിവേഗം ഫലം ലഭിക്കും. എന്നും രാവിലെയും വൈകിട്ടും കുളിച്ച് ശരണം വിളിച്ച് 108 തവണ വീതം 2 നേരവും അയ്യപ്പ മൂലമന്ത്രവും ശാസ്ത്രഗായത്രിയും ജപിച്ചാൽ എല്ലാത്തര ദുരിതങ്ങളും മാറി ജീവിത വിജയം ലഭിക്കും. അയ്യപ്പ മൂല മന്ത്രജപം ശനിഗ്രഹ സംബന്ധമായ എല്ലാ ദോഷങ്ങളും അകറ്റും. കടുത്ത കഷ്ടപ്പാടുകൾ പോലും മാറും. 41 ദിവസം മുടങ്ങാതെ ഗ്രഹത്തിൽ വെച്ചും ക്ഷേത്രത്തിൽ നിന്നും ജപിക്കാം. ദർശനം നടത്തുമ്പോഴും പ്രദക്ഷിണം വയ്ക്കുമ്പോഴും യഥാശക്തി മൂലമന്ത്ര ജപം നല്ലതാണ്. മന്ത്രം ജപിക്കുമ്പോൾ വെളുത്ത വസ്ത്രമോ കറുത്ത വസ്ത്രമോ ധരിക്കാം. ജപം 41 ദിവസം എത്തുമ്പോഴേക്കും മാറ്റം അനുഭവിച്ചറിയാൻ കഴിയും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജപിക്കാം. ജാതിയും മതവും ലിംഗഭേദവും ഇല്ലാത്ത ഭഗവാനാണ് കലിയുഗ വരദൻ. മണ്ഡല മകരവിളക്ക് കാലത്ത് ഹരിഹരപുത്ര അഷ്ടോത്തര ജപം ഏതൊരു വിഷയത്തിലെയും തടസ്സമകറ്റുന്നതിനും ഇഷ്ടകാര്യ വിജയത്തിനും നല്ലതാണ്. അയ്യപ്പ മൂലമന്ത്രം പറയുന്നു. ഓം ഗ്രൂം നമ പരായ ഗോവത്രേ ശാസ്ത്രേ ഗായത്രി ഭൂതനാഥായ വിദ്മഹേ ഭവപുത്രായ ധീമഹി തന്നോ ശാസ്താ പ്രചോദയാത്.